മോർണിംഗ് ആൾ ഓഫ് യു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമുക്ക് ഇന്ന് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി 2ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്ററിൻ്റെ പേര് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിലൂടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടും കൂടിയാണ് പഠിക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, അവിടെ ആ രാജ്യങ്ങളിലുണ്ടായ വ്യാവസായിക വർധനവ്, ആ വർധനവിന് ശേഷം രൂപം കൊണ്ട സമ്പദ് വ്യവസ്ഥകൾ, അങ്ങനെ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് വ്യാപാര കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യങ്ങൾ പരസ്പരം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും കച്ചവടം മെച്ചപ്പെടുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പ്രധാനമായും മുതലാളിത്ത സാമ്രാജ്യത്തിൻ്റെ രൂപീകരണമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വത്തിലേക്ക്, അതാണ്. ആദ്യകാലത്ത് നമ്മൾ ഉൽപ്പാദനം ഗാർഹികമായിരുന്നുവെന്നും ഗാർഹിക ഉൽപ്പാദനത്തിൽ ഉൽപ്പന്നങ്ങൾ അവരവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവരവർ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉൽപ്പാദനം വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷവും അധികമായി വന്ന ഉൽപ്പന്നങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങൾ തേടി വ്യാവസായിക വിപ്ലവം നടന്ന രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ അവരുടെ കമ്പോളങ്ങൾക്കായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ തന്നെ ലോകത്ത് രൂപപ്പെട്ടു. ആ പുതിയ സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് അറിയപ്പെട്ടു. എന്താണ് മുതലാളിത്ത വ്യവസ്ഥിതി? ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ ദ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി private individuals. Capitalism is an economic system in which all the means of production and distribution, production etc. are owned and controlled by the private individuals with the motive of profit. ലാഭം എന്ന് പറയുന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി മുതലാളിമാർ തന്നെ ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉടമസ്ഥാവകാശം കൈക്കലാക്കിയ അല്ലെങ്കിൽ കൈയടക്കിയിരുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരുന്നു. മുതലാളിമാർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരുന്നു. എന്താ കാര്യം? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ലാഭം നേടിയെടുക്കുക എന്നുള്ളത്. കൂടുതൽ ലാഭം നേടിയെടുത്തപ്പോഴത്തേക്ക് ആ നേടിയെടുത്ത ലാഭത്തെ അവർ വീണ്ടും ഉൽപ്പാദനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഉൽപ്പാദനം വീണ്ടും കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ഉൽപ്പന്നങ്ങളായപ്പോൾ ആ ഉൽപ്പന്നം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ട മാർക്കറ്റുകൾ അന്വേഷിച്ച് അവർ യാത്രയായി. അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് അന്വേഷിച്ച് അവർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസാണ് കൂടുതലും പിടിച്ചടക്കിയത്. അല്ലെങ്കിൽ തങ്ങളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞ രാജ്യങ്ങളെ കമ്പോളങ്ങളാക്കി മാറ്റി. അങ്ങനെ കമ്പോളങ്ങളാക്കി മാറ്റിയ പ്രക്രിയയാണ് നമ്മൾ കോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനൈസേഷൻ. അപ്പോൾ ഈ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം? യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻസ് എക്സ്പ്ലോയിറ്റഡ് ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് they become the owners of the small countries called colonies. This process is called colonization. മനസ്സിലായോ? ഒരു വലിയ രാജ്യം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി മുന്നോക്കം നിന്നൊരു രാജ്യം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ചെറിയ രാജ്യങ്ങളെ തങ്ങളുടെ കമ്പോളങ്ങളാക്കി മാറ്റിയിരുന്ന ആ പ്രക്രിയയാണ് കോളനൈസേഷൻ അഥവാ
കോളനീകരണം അല്ലെങ്കിൽ കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുതലാളിത്തം പഠിച്ചു, കോളനിവൽക്കരണം പഠിച്ചു. എന്താണ് മുതലാളിത്തം? ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം. ഈ മുതലാളിത്ത രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളായി സാധാരണ അഥവാ ചെറിയ രാജ്യങ്ങളെ, സാമ്പത്തികമായി പിന്നോക്കം നിന്ന രാജ്യങ്ങളെ അവരുടെ കോളനികളാക്കി മാറ്റി. ഈ കോളനികളാക്കി മാറ്റിയ പ്രക്രിയയാണ് കോളനിവൽക്കരണം അഥവാ കോളനൈസേഷൻ. ഇനി നോക്കാം, ഈ കോളനികളാക്കിയ രാജ്യങ്ങളിൽ നിന്നും അവരുടെ അസംസ്കൃത വസ്തുക്കളെ വളരെ കുറച്ച് വിലയ്ക്ക് മേടിക്കുകയും അവിടെ തന്നെ ഉൽപ്പാദനം നടത്തുകയും സാധനങ്ങൾ അവിടെ തന്നെ വിൽക്കുകയും ചെയ്തു. ക്രമേണ ആ ചെറിയ രാജ്യത്തിൻ്റെ അവകാശങ്ങൾക്ക് മേൽ ഈ സാമ്പത്തികമായി മുന്നോക്കം നിന്ന രാജ്യങ്ങൾ അധികാരം കൈയാളി. ആ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം. അപ്പോൾ വാട്ട് ഈസ് ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം ഈസ് the process of imposing a nation's political, economic and cultural dominance on another nation is called imperialism. ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം രാഷ്ട്രീയമോ സാമ്പത്തികമോ സാംസ്കാരികവുമായ കൈയടത്തൽ നടത്തുകയാണെങ്കിൽ അത്തരം രാജ്യങ്ങളെയാണ് നമ്മൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ അഥവാ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിന് മേൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ സാംസ്കാരികവുമായ കൈയാളൽ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം രാജ്യങ്ങളെ നമ്മൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ അഥവാ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് എന്ന് വിളിക്കും. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഈ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് കൊണ്ട് അല്ലെങ്കിൽ ഇമ്പീരിയലിസം കൊണ്ട് ഒരു രാജ്യത്തിനുണ്ടാകുന്ന എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു? ഹൗ ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്. ഈ കോളനികളെ ഇമ്പീരിയലിസം എങ്ങനെയാണ് ബാധിച്ചത് അല്ലെങ്കിൽ സ്വാധീനിച്ചത്? ഒന്ന്, കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ ഇത് തകർത്തു. കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. ഭരണരീതി, നിയമങ്ങൾ എന്നിവ മാറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വെയർ റീപ്ലേസ്ഡ്. നിലനിന്നിരുന്ന ഭരണ സംവിധാനത്തെയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയൊക്കെ മാറ്റിമറിച്ചു. അടുത്തത്, ഭക്ഷ്യവിളകൾക്ക് പകരം അവർ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. പീപ്പിൾ വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്പ് ഇൻ ദ പ്ലേസ് ഓഫ് ഫുഡ് ക്രോപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തിരി പാടാണ് പഠിക്കാൻ. പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. അതാണ് അടുത്ത റിസൾട്ട്. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് വെയർ ഇൻക്രീസ്ഡ്. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്തു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈൽഡ്ലി എക്സ്പ്ലോയിറ്റഡ്. തദ്ദേശീയമായ കല, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളും തകർന്നു. അല്ലേ? ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് വെയർ ഡിസ്ട്രോയിഡ്. ഇത്രയാണ് സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണം കൊണ്ട് നമ്മുടെ കോളനികൾക്കുണ്ടായ ഫലങ്ങൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതി, നിയമങ്ങൾ എന്നിവ മാറി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അതുപോലെ പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്തു. തദ്ദേശീയമായ കല, ഭാഷ, സാഹിത്യം, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ മാറ്റിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ തകർന്നു. ഓക്കെ, ഒന്നും കൂടെ. How did the imperialism affect the colonies? Traditional economic system of the colonies were destroyed. Administrative and judicial system were replaced. People were forced to cultivate cash crop instead of food crop. Poverty and unemployment were increased. Natural resources were widely exploited.
ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം, എന്തിനൊക്കെ വേണ്ടിയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ മത്സരിച്ചത്? അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റുകൾ നേടിയെടുക്കുന്നതിനും ഉൽപ്പാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനികളെ തേടിക്കൊണ്ടിരുന്നു. അപ്പോൾ ലോകത്തൊരുപാട് വൻകിട രാജ്യങ്ങളുണ്ടായി. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ലോകത്തൊരുപാട് വൻകിട രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ചെറിയ രാജ്യങ്ങളെ തങ്ങളുടെ കോളനിയാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ തങ്ങളുടെ കോളനിയാക്കി മാറ്റാനുള്ള അവരുടെ പരസ്പര മത്സരം പലപ്പോഴും യുദ്ധങ്ങളിലേക്കാണ് കലാശിച്ചത്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശീതസമരം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയുന്നില്ല, പക്ഷെ അവർ തമ്മിൽ മത്സരമുണ്ട്. ഈ മത്സരങ്ങൾ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഇതിനൊക്കെ വേണ്ടിയുള്ള മത്സരമാണ്. മാർക്കറ്റിനും അസംസ്കൃത വസ്തുക്കൾക്കും വേണ്ടിയുള്ള മത്സരം പലപ്പോഴും യുദ്ധങ്ങളിലേക്ക് കലാശിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായ 2 യുദ്ധങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. ഈ യുദ്ധങ്ങൾക്ക് എന്തിനാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്? യുദ്ധം ലോകത്തിന് നാശമാണ് ഉണ്ടാക്കുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യുദ്ധങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചെറിയ വഴക്കുകൾ പോലും വർഗീയവും രാഷ്ട്രീയവുമായ ഒരുപാട് വഴക്കുകൾ തന്നെ ലോകത്തിന് രാജ്യങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാം കൂടി ചേർന്ന് യുദ്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. പക്ഷെ അത് സംഭവിച്ചു. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളിലൂടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആ മഹായുദ്ധത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് 1914 മുതൽ 18 വരെ. നിങ്ങൾ എപ്പോഴും ആ ഡേറ്റുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വെക്കണം, എഴുതി പഠിക്കുമ്പോൾ ഏതെങ്കിലും പേപ്പറിലൊക്കെ എഴുതി സൂക്ഷിക്കണം. 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ ശരിക്കും 2 തരത്തിലുള്ള കാരണങ്ങൾ, 2 കാരണങ്ങൾ അതിനുണ്ടാവും. ഒന്ന് അടിസ്ഥാന കാരണങ്ങളും പിന്നീട് പെട്ടെന്നുണ്ടാവുന്ന ഒരു കാരണവും. നിലനിന്നിരുന്ന എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോൾ ഔട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. പിന്നെ അതിന് പെട്ടെന്നൊരു കാരണം ഉണ്ടാവുക. അങ്ങനെ 2 കാരണങ്ങളാണ്. ഒരു ബേസിക് കോസും ഉണ്ട്, ഒരു ഇമ്മീഡിയറ്റ് കോസും ഉണ്ടാവും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണങ്ങളായ പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണങ്ങളും പെട്ടെന്നുണ്ടായ കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി ഔട്ട് ബ്രേക്ക് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്മീഡിയറ്റ് കോസും പഠിക്കണം, ബേസിക് കോസസും പഠിക്കണം. ഒന്നാമത്തെ കാരണം നമുക്ക് പറയാം. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ സാമ്രാജ്യത്വ രാജ്യം എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സാമ്പത്തികമോ സാംസ്കാരികമോ രാഷ്ട്രീയമായ അധികാരം നേടിയെടുത്ത രാജ്യങ്ങളെയാണ് നമ്മൾ സാമ്രാജ്യത്വ രാജ്യങ്ങളെന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്സാമ്പിൾ പറയാം. ഫ്രാൻസ്, പിന്നെ ഇംഗ്ലണ്ട്, അമേരിക്ക, റഷ്യ, അങ്ങനത്തെ രാജ്യങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങളെന്നാണ്. അപ്പോൾ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ പരസ്പരം മത്സരിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാ. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള മാർക്കറ്റിന് വേണ്ടിയും പിന്നൊന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് അവർ ചെറിയ കോളനികളെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? കോളനികളിലെ ആളുകൾക്ക് കുറഞ്ഞ വേതനം കൊടുത്താൽ മതി. ചീപ്പ് ലേബറാണ് അവിടെ ഉള്ളത്. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളെ കിട്ടും.
പിന്നെ ലോട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നുമില്ല, അവിടെ വ്യവസായവൽക്കരണം ഇല്ല. അപ്പോൾ പ്രകൃതി വിഭവങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്, ഒന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള, റോ മെറ്റീരിയൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അപ്പോൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ. പിന്നെ ഒന്ന് മാർക്കറ്റുണ്ട്, നല്ല മാർക്കറ്റുണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊന്നും നമ്മുടെ കോളനികളിൽ ലഭിക്കാത്തത് കൊണ്ട് എന്തുൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റാലും അത് ആളുകൾ സ്വീകരിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെയും അസംസ്കൃത വസ്തുക്കളുടെയും ഒരു മാർക്കറ്റായിരുന്നു കോളനികൾ. ഈ കോളനികളെ പിടിച്ചടക്കുന്നതിനുള്ള മത്സരമാണ് ആര് തമ്മിലുണ്ടായിരുന്നത്? ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് തമ്മിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? സാമ്രാജ്യത്വ രാജ്യങ്ങൾ കൂടുതൽ കോളനികളെ പിടിച്ചെടുക്കാനുള്ള മത്സരം നടത്തിയിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത്. ബേസിക് കോസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് എന്താണ്? ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദി ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ഫോർ കോളനീസ്, ഫോർ മേക്കിംഗ് മോർ ആൻഡ് മോർ കോളനീസ്. കൂടുതൽ കോളനികളെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മത്സരമായിരുന്നു, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം. പിന്നെ ആളുകൾ എന്ത് ചെയ്തു? ഈ മത്സരങ്ങൾ എപ്പോഴെങ്കിലും ഒരു യുദ്ധത്തിലേക്കോ ഒരു അടിപിടിയിലേക്കോ അത് നീങ്ങുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സൈന്യങ്ങളെ രൂപീകരിച്ചു. കിട്ടിയ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കി പണം അവരെന്ത് ചെയ്തു? സൈന്യങ്ങളെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് അലൈഡ് പവേഴ്സ്, അലൈഡ് മിലിറ്ററി പവർ, ദേ യൂസ്ഡ് മോസ്റ്റ് ഓഫ് ദെയർ വെൽത്ത് ഫോർ മേക്കിംഗ് മോർ ആൻഡ് മോർ മിലിറ്ററി വെപ്പൺസ്. അപ്പോൾ യുദ്ധത്തിനാവശ്യമായ വെപ്പൺസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർ തങ്ങളുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചു. അതൊരു കാരണമാണ്. ഈ വെപ്പൺസ് കൂട്ടി വെക്കുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാനുള്ളൊരു ത്വരയും ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ വെപ്പൺസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ വെപ്പൺസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഒന്നാമത്തെ കാരണം ഇതാണ്, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം, കോൺഫ്ലിക്റ്റ് എമംഗ് ദി ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ഫോർ കോളനീസ്. സെക്കൻഡ്, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, ഫോർമേഷൻ ഓഫ് മിലിറ്ററി പവർ. അങ്ങനെ അവർ ലോകത്തിലെ രാജ്യങ്ങൾ തന്നെ ലോകത്തിലെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ 2 ചേരികളായിട്ട് തരംതിരിച്ചു. 2 മിലിറ്ററി അലയൻസസായി, സൈനിക സഖ്യങ്ങളായി രൂപീകരിക്കപ്പെട്ടു. 2 സൈനിക സഖ്യങ്ങളായി രൂപീകരിക്കപ്പെട്ടു. ഒന്നിനെ നമ്മൾ ത്രികക്ഷി സഖ്യമെന്നും മറ്റതിനെ നമ്മൾ ത്രികക്ഷി സൗഹാർദ്ദമെന്നും വിളിച്ചിരുന്നു. ഒന്ന് ത്രികക്ഷി സഖ്യം, ട്രിപ്പിൾ അലയൻസ്. ട്രിപ്പിൾ അലയൻസിലുണ്ടായിരുന്ന രാജ്യങ്ങളെ നമുക്ക് GIA എന്ന് വിളിക്കാം, GIA. ഏതൊക്കെയാ? ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ ഹംഗറി. ഒരുമിച്ച് പറയണം, ആസ്ട്രിയ ഹംഗറി ഒരുമിച്ച് പറയണം. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ത്രികക്ഷി സൗഹാർദ്ദം, ട്രിപ്പിൾ എൻഡൻറ്റ്. അതിനെ നമുക്ക് EFR എന്ന് വിളിക്കാം, EFR. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. മനസ്സിലായോ? അപ്പോൾ സൈനിക സഖ്യങ്ങൾ 2 ഉണ്ടായിരുന്നു. ഒന്ന് ട്രിപ്പിൾ അലയൻസ്, മറ്റൊന്ന് ട്രിപ്പിൾ എൻഡൻറ്റ്. ത്രികക്ഷി സഖ്യങ്ങളും ത്രികക്ഷി സൗഹാർദ്ദങ്ങളും. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്നത് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി. പിന്നെ ത്രികക്ഷി എൻഡൻറ്റിലുണ്ടായിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കണം. നമ്മൾ യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം പഠിക്കുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് മനസ്സിലുണ്ടാവുക. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ഒരു കാരണമായിരുന്നു. അങ്ങനെ അത്തരത്തിൽ 2 സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. ഒന്ന് ത്രികക്ഷി സൗഹാർദ്ദം, മറ്റൊന്ന് ത്രികക്ഷി സഖ്യം. ഇനി അടുത്ത പോയിൻ്റ് ആയുധ നിർമ്മാണ കച്ചവടമാണ്. അതായത് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഓഫ് വെപ്പൺസ്. സഖ്യങ്ങൾ രൂപീകരിക്കുക മാത്രമല്ല ചെയ്തത്, ആയുധങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു.
ആയുധ നിർമ്മാണ കച്ചവടം, പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് ഓഫ് വെപ്പൺസ്. അനദർ വൺ തീവ്ര ദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം. കേട്ടിട്ടുണ്ടല്ലോ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണലിസം എന്താണ്? ദേശീയത. ഒരുവന് അവൻ്റെ ദേശത്തോട് തോന്നുന്ന സ്നേഹത്തെയാണ് ദേശീയത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അഗ്രസീവ് നാഷണലിസം എന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റത്തെ ദേശീയത, തീവ്രമായ ദേശീയത. എന്താണത്? എൻ്റെ രാജ്യം മാത്രമാണ് ശ്രേഷ്ഠമെന്നും മറ്റെല്ലാം അതിന് താഴെയാണ്, മറ്റെല്ലാ രാജ്യങ്ങളുടെയും അഭിമാനവും ഒക്കെ അതിനും താഴെയാണെന്ന് പറയുന്ന ഒരവസ്ഥ. അഗ്രസീവ് നാഷണലിസം എപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്ര ദേശീയത ആയിരുന്നു മറ്റൊരു കാരണം. അഗ്രസീവ് നാഷണലിസം, they considered their own nation as the supreme one and justified the action on behalf of their nation. രാഷ്ട്രത്തിൻ്റെ പേരിൽ അന്ധമായ വിശ്വാസമാണ്, അന്ധമായ അഭിമാനമാണ് മറ്റു രാജ്യങ്ങളെ തകർക്കാൻ അതിന് കാരണമാകും. സ്വന്തം രാജ്യത്തെ അമിതമായി സ്നേഹിക്കുകയും മറ്റുള്ള രാജ്യത്തെ അധികമായി വെറുക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ എപ്പോഴും യുദ്ധത്തിൽ മാത്രമായിരിക്കും കലാശിക്കുന്നത്. അപ്പോൾ ഈ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കിടയിൽ വളർന്നു വന്ന അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്രമായ ദേശീയത ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കിവിടെ 2-3 പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പം അഗ്രസീവ് നാഷണലിസം എന്താണ്? അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്രമായ ദേശീയ, ഒരുവന് അവൻ്റെ രാജ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുകയും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെ വെറുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അഗ്രസീവ് നാഷണലിസം. ദേ കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻ ആസ് ദ സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് ദെയർ ആക്ഷൻ ഓൺ ബിഹാഫ് ഓഫ് ദെയർ നേഷൻസ്. രാജ്യത്തിൻ്റെ പേരിൽ ആ വിശ്വാസത്തിൽ അതാണ് ശ്രേഷ്ഠമെന്ന് പറയുകയും അതിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്ര ദേശീയത. ഇത് നമുക്ക് 3 രാജ്യങ്ങളുടെ 3 പ്രസ്ഥാനങ്ങളിൽ ദൃശ്യമായിരുന്നു. ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം, മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം, പിന്നൊന്ന് പ്രതികാര പ്രസ്ഥാനം. മനസ്സിലായ? അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട 3 പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആൻഡ് റിവഞ്ച് മൂവ്മെൻറ്റ്. മനസ്സിലായോ? പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഭാഗങ്ങളാണത്. ഏതൊക്കെയാണ്? പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് പാൻസ്ലാവ് മൂവ്മെൻറ്റ് അഥവാ പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ ആ പ്രസ്ഥാനം രൂപീകരിച്ചത് റഷ്യയാണ്. റഷ്യയിൽ സെർബിയ, ബൾഗേറിയ, ഗ്രീസ്, ഏതൊക്കെയാണ്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആ രാജ്യത്തിലെ ആളുകളുടെ അറിയപ്പെട്ടിരുന്ന ആ വംശമാണ് സ്ലാവ് വംശം. സ്ലാവ് വംശത്തിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. എന്നൂടെ പറയാം. ബൾഗേറിയ, സെർബിയ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ സ്ലാവ് വംശക്കാരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യ രൂപീകരിച്ച സംഘടനയാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പം റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവ് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ ആൻഡ് ഗ്രീസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ഹർ ലീഡർഷിപ്പ്. ഹർ എന്ന് പറയുന്നത് റഷ്യയുടെ ലീഡർഷിപ്പാണ്. അപ്പോൾ റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദി സ്ലാവിക് പീപ്പിൾ ഓഫ് ബൾഗേറിയ, ഗ്രീസ് ആൻഡ് സെർബിയ അണ്ടർ ഹർ ലീഡർഷിപ്പ്. റഷ്യയുടെ നേതൃത്വത്തിൽ ഈ 3 പ്രദേശങ്ങളിലെയും സ്ലാവ് വർഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. അടുത്ത നോക്കാം, പാൻ ജർമ്മൻ പ്രസ്ഥാനം.
അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ പറയാം ഈ പ്രസ്ഥാനം ആരാണ് കൊണ്ടുവന്നത്? ജർമ്മനിയാണ്. ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ജർമ്മനിയാണ്. മധ്യ യൂറോപ്പിലെ ബാൽക്കൻ പ്രവിശ്യയിലെ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനം തുടങ്ങിയതിൻ്റെ ലക്ഷ്യം. മധ്യ യൂറോപ്പിലെ ബാൽക്കൻ പ്രവിശ്യയിലെ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ജർമ്മനി പാൻ ജർമ്മൻ പ്രസ്ഥാനം കൊണ്ടുവന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്തിക്കൊണ്ട് അവരെ രാജ്യത്തിനോട് അവരുടെ രാജ്യം ശ്രേഷ്ഠമാണെന്ന് പറയുകയും അവരുടെ വർഗം ശ്രേഷ്ഠമാണെന്ന് പറയുകയും മറ്റുള്ളവരെ അതിന് എതിരാക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലെ ബാൽക്കൻ പ്രവിശ്യയിലെ ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഇങ്ങനൊരു പ്രസ്ഥാനം കൊണ്ടുവന്നത് ജർമ്മനിയാണ്. To establish its dominance in Central Europe and Balkan provinces, Germany planned to unite the Teutonic people. For that, Germany organized a movement called Pan-German movement. ഇനി അടുത്ത പ്രതികാര പ്രസ്ഥാനമാണ് റിവെഞ്ച് മൂവ്മെൻറ്റ്. 1971 ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും ജർമ്മനി പിടിച്ചെടുത്ത അൾസൈസ് ലൊറൈൻ പ്രദേശം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. പ്രതികാരം ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫ്രാൻസിൻ്റെ സ്വത്താണ് അൾസൈസ് ലൊറൈൻ പ്രദേശം. ഈ പ്രദേശം 1971 ജർമ്മനി പിടിച്ചെടുത്തു. ഫ്രാൻസിൻ്റെ കൈവശമുണ്ടായിരുന്ന അൾസൈസ് ലൊറൈൻ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഫ്രാൻസിലെ തന്നെ ഏറ്റവും ഫലപുഷ്ടിയായത്, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ കൃഷിയുള്ളതും ഒക്കെയായ ഒരു പ്രദേശമാണ് അൾസൈസ് ലൊറൈൻ പ്രദേശം. ഈ പ്രദേശം 1971 ജർമ്മനി പിടിച്ചെടുത്തു. ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം അഥവാ റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലേ? എന്തിനാണത് കൊണ്ടുവന്നത്, എന്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട 3 പ്രസ്ഥാനങ്ങളായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനം, പാൻ സ്ലാവ് പ്രസ്ഥാനം, പിന്നൊന്ന് പ്രതികാര പ്രസ്ഥാനം. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, പാൻ സ്ലാവ് മൂവ്മെൻറ്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു കാരണത്തിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു വന്ന കാരണങ്ങളിൽ ഒന്നാണ് അഗ്രസീവ് നാഷണലിസം. ഇനി അടുത്തത് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ നേരിട്ട പ്രതിസന്ധികളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടത്, അല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ നേരിട്ട 2 പ്രധാന പ്രതിസന്ധികൾ എന്തെല്ലാം, അങ്ങനെയൊക്കെ ചോദിക്കാം. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഫേസ്ഡ് ബൈ ദി ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ്? ഏതൊക്കെയാണ്? ഒന്ന് മൊറോക്കൻ പ്രതിസന്ധി, മറ്റൊന്ന് ബാൾക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. അപ്പോൾ എന്താണെന്ന് നോക്കുക. ചെറിയൊരു ഡൗട്ടൊക്കെ വരും, എന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക, അന്നേരം മനസ്സിലാവും. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു രഹസ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിൻ്റെ അധികാരത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. പക്ഷേ ജർമ്മനി അംഗീകരിച്ചില്ല. രണ്ടുപേരും 2 ഗ്രൂപ്പുകാരാണ്. ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനി ഒക്കെ വേറെ വേറെ ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഏതാ? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൈൻറ്റും രണ്ടുപേരും 2 ഘടകത്തിലുള്ളവരാണ്. അപ്പോൾ ഇവിടെ 1904 ബ്രിട്ടനും ഫ്രാൻസുമായി നടത്തിയ ഒരു രഹസ്യ കരാറിൽ ബ്രിട്ടൻ മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിൻ്റെ അധികാരത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു, പക്ഷേ ജർമ്മനി അംഗീകരിച്ചില്ല. ജർമ്മനി ഫ്രാൻസിനെ എതിർത്തുകൊണ്ട് മൊറോക്കോയിലേക്ക് പട്ടാളത്തെ അയച്ചു, അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളെ അയച്ചു. തുടർന്ന്
ആ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലായ ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് നൽകി. ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് കൊടുത്തുകൊണ്ട് ആ പ്രതിസന്ധി തൽക്കാലത്തേക്ക് കോംപ്രമൈസ് ചെയ്തു. അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം സാമ്രാജ്യത്വ ശക്തികൾ ഒരിക്കലും ഒരിടത്തും അടങ്ങിയിരിക്കുന്നില്ല. അവർക്ക് കൂടുതൽ അധികാരങ്ങളും അതുപോലെ സമ്പത്തും നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ തത്രപ്പാടടിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പ്രതിസന്ധി തൽക്കാലത്തേക്ക് അവസാനിച്ചു എന്ന് വേണം പറയാൻ. മൊറോക്കൻ പ്രതിസന്ധി തൽക്കാലം അവസാനിച്ചു. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. 1904 ബ്രിട്ടനും ഫ്രാൻസുമായി ചേർന്ന ഒരു രഹസ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിൻ്റെ അധികാരത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ ഇതറിഞ്ഞ ജർമ്മനി അത് അംഗീകരിക്കാതെ മൊറോക്കോയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചു. അതായത് മൊറോക്കോയുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ യുദ്ധം ഫ്രാൻസ് തോക്കുമെന്ന് ആയപ്പോഴേക്കും ഫ്രാൻസ് എന്ത് ചെയ്തു? അവരുടെ അധീനതയിലുള്ള ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് കൊടുത്തിട്ട് ആ പ്രതിസന്ധി തൽക്കാലം പരിഹരിച്ചു. അപ്പോൾ ഈ പ്രതിസന്ധിയാണ് നമ്മൾ മൊറോക്കൻ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. According to this treaty, Britain recognized the claim of France over Morocco, but it was opposed by Germany, and she sent battleships to Morocco. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus the crisis solved. പെർമനൻ്റ്ലി ക്രൈസിസ് സോൾവ്ഡ് ടെമ്പററിലി അങ്ങനെ പറയണം. ഈ പ്രതിസന്ധി ഒരിക്കലും തീരുന്നില്ല. അപ്പോൾ ഈ പ്രതിസന്ധി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ മൊറോക്കൻ പ്രതിസന്ധി ഫ്രഞ്ച് കോങ്കോയുടെ കൈമാറ്റത്തിലൂടെ എന്ത് ചെയ്തു? ഫ്രഞ്ച് കോങ്കോയുടെ കൈമാറ്റത്തിലൂടെ ഈ പ്രതിസന്ധി തൽക്കാലം പരിഹരിക്കപ്പെട്ടു. അടുത്തത് ബാൾക്കൻ ക്രൈസിസ്. The Balkan region is situated in Europe, close to the region of Black Sea. It was a part of the Ottoman Empire. Ottoman Empire ഒക്കെ ഓർമ്മയുണ്ടാവും തോന്നുന്നു അല്ലേ? ടർക്കിഷ് എംപയർ ആണ്. 1912 ബാൾക്കൻ ലീഗ് രൂപീകരിക്കുകയും തുർക്കികളെ അവർ പരാജയപ്പെടുത്തുകയും ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തു. നോക്കാം നമുക്കൊന്നുകൂടാ. ഗ്രീസിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമാണ് ഈ ബാൾക്കൻ പ്രദേശം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ ലീഗ് എന്ന് പറയുന്നത് 4 രാജ്യങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു. ഗ്രീസ്, ബൾഗേറിയ, 4 പ്രദേശങ്ങൾ കൂടിച്ചേർന്ന ഒരു ലീഗായിരുന്നു ബാൾക്കൻ ലീഗ്. 1912 ബാൾക്കൻ ലീഗ് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ എന്നീ പ്രദേശങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാൾക്കൻ മേഖല അവർ തിരിച്ചു പിടിച്ചു. എങ്കിലും ഇവിടുത്തെ സമ്പത്ത് പങ്കിട്ടെടുക്കുന്നതിൽ തർക്കം ഉണ്ടാവുകയും അങ്ങനെ പ്രതിസന്ധി തുടരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ സമ്പത്തിനെ സംബന്ധിച്ച് എപ്പോഴും തർക്കമായിരിക്കും. ബാൾക്കൻ പ്രതിസന്ധി അവസാനിച്ചുവെങ്കിലും അവിടെ ആ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച സമ്പത്ത് ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒന്നുകൂടെ പറയണോ? ബാൾക്കൻ പ്രതിസന്ധി ഗ്രീസിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് ബാൾക്കൻ പ്രദേശം. ഇത് മുമ്പ് ഓട്ടോമൻ തുർക്കികളുടെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ ലീഗ് എന്നും പറഞ്ഞ് 4 പ്രദേശങ്ങൾ അതിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ഏതൊക്കെ പ്രദേശങ്ങളാണ്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന് ബാൾക്കൻ ലീഗ് രൂപീകരിക്കുകയും അവർ തുർക്കിയെ പരാജയപ്പെടുത്തിയിട്ട് ബാൾക്കൻ പ്രദേശത്തെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ക്രൈസിസിനെയാണ് നമ്മൾ ബാൾക്കൻ ക്രൈസിസ് അഥവാ ബാൾക്കൻ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിസന്ധി തൽക്കാലത്തേക്ക് പരിഹരിച്ചെങ്കിലും ഈ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം
ഷെയർ ചെയ്യുന്നതിന് ഈ പ്രദേശങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും തുടരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ബാൾക്കൻ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. നോക്കാം. The Balkan region situated in the east of Europe, which was a part of Ottoman Empire. In 1912, Balkan League. ഏതൊക്കെ പ്രദേശങ്ങൾ ചേർന്നാണ് ബാൾക്കൻ ലീഗ്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ defeated the Turks and captured Balkan areas or Balkan region. But the sharing of benefit leads to the crisis among the nations. ഈ നേഷനുകൾക്കിടയിലുണ്ടായ പ്രതിസന്ധിയാണ് നമ്മൾ ബാൾക്കൻ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി ഔട്ട്ബ്രേക്ക് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. അതാണ് ഏറ്റവും പെട്ടെന്നുണ്ടായ കാരണം. ഒരു യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ആ ഒരു ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനിടയായ പെട്ടെന്നുണ്ടായ കാരണം, ആ പെട്ടെന്നുണ്ടായ കാരണത്തെ നമ്മൾ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു പ്രധാന കാരണം എന്ന് നോക്കാം. 1914 ജൂണിൽ ഓസ്ട്രിയയിലെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയക്കാരനായ ഗാവറിലോ പ്രിൻസപ്പ്, ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് പേര്, ഗാവറിലോ പ്രിൻസപ്പ് വധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി സെർബിയയിലെ സിറാജ് വോയിലെ തെരുവിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സെർബിയക്കാരനായ യുവാവ് ഗാവറിലോ പ്രിൻസപ്പ്, അദ്ദേഹം ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്കായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചു. അപ്പോൾ ഈ വധത്തിൻ്റെ ഉത്തരവാദിത്വം സെർബിയ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1914 ജൂലൈ 28-ന് ഓസ്ട്രിയ സെർബിയയുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ആദ്യ ഇതിൻ്റെ ഉത്തരവാദിത്വം സെർബിയ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. സെർബിയ അനങ്ങാതിരുന്നപ്പോഴത്തേക്ക് ആ യുദ്ധം ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആ സെർബിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റഷ്യ രംഗത്തെത്തുകയും ഓസ്ട്രിയ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജർമ്മനി രംഗത്തെത്തുകയും ചെയ്തു. അങ്ങനെ ത്രികക്ഷി സഖ്യങ്ങളും ത്രികക്ഷി സൗഹാർദ്ദങ്ങളും രണ്ട് ചേരികളായി രാജ്യം മാറുകയും ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി എന്ന് പറയുന്ന ത്രികക്ഷി സഖ്യം ഒരു ചേരിയിലും ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ ചേർന്ന ത്രികക്ഷി സൗഹാർദ്ദം മറ്റൊരു ചേരിയിലുമായി യുദ്ധം തുടങ്ങാനുള്ള ആരംഭമായി. അപ്പോൾ യുദ്ധത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുണ്ടായ പ്രൊവക്കേഷൻ എന്ന് പറയുന്നത് അസാസിനേഷൻ ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ഇൻ ഓസ്ട്രിയ. അപ്പോൾ ഇനി ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ ഇന്ന് പഠിച്ച ചില കാര്യങ്ങളെ ഒന്നുകൂടി ആവർത്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ക്യാപിറ്റലിസം എന്താണ് ക്യാപിറ്റലിസം? ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉൽപ്പാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായ ഭരണ സംവിധാനമാണ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം. Capitalism is an economic system in which all the means of production and distribution are owned and controlled by the private individuals with the aim of profit. ലാഭം അതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഇനി കോളനി വൽക്കരണം, ഒരു സാമ്പത്തികമായി മുന്നോക്കം നിന്ന രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ളൊരു മാർക്കറ്റായിട്ട് ചെറിയ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആക്കുകയും ചെയ്തു. ആ പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്, കൊളനൈസേഷൻ. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻസ് എക്സ്പ്ലോയിഡ് ദ അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ദെൻ ദേ ബിക്കേം ദ കോളനീസ് ഓഫ് യൂറോപ്പ്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. ഇനി ഇമ്പീരിയലിസം മീൻസ് ഇമ്പോസിങ് എ നേഷൻസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആൻഡ് educational dominance on another nation is called imperialism. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ
മേൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ സാംസ്കാരികവുമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതാണ് സാമ്രാജ്യത്വം. അപ്പം സാമ്രാജ്യത്വ ശക്തികളെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്വാധീനിച്ചതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? കോളനികളിലെ പരമ്പരാഗത വ്യവസ്ഥ തകർന്നു, ഭരണരീതി, നിയമങ്ങൾ എന്നിവ മാറ്റപ്പെട്ടു, പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിച്ചു, ഭക്ഷ്യവിളകൾക്ക് പകരം അവർ നാണ്യവിളകൾ ആളുകളെ കൊണ്ട് നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിച്ചു, പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തു, തദ്ദേശീയമായ ഭാഷ, കല, സംസ്കാരം എന്നിവ തകർത്തു, അല്ലേ? അങ്ങനെ ഒരുപാട് നല്ലതും ചീത്തയുമായ, കൂടുതലും ചീത്തയാണ്, അങ്ങനെയുള്ള സ്വാധീനങ്ങളാണ് ഉണ്ടായത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള സാമ്രാജ്യ ശക്തികളുടെ മത്സരങ്ങളാണ് പിന്നീട് ലോകമഹായുദ്ധത്തിലേക്ക് കാരണമായത്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ: സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, ആയുധ നിർമ്മാണ കച്ചവടം, തീവ്ര ദേശീയത, പിന്നെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ, പിന്നെ ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ വധം. ഇത്രയും കാരണങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളായി പറയുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് പറയാനുള്ള വേറൊരു പോയിൻ്റ് കൂടിയുണ്ട്, അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയത. ഈ തീവ്ര ദേശീയത സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയതയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നത്, അല്ലെങ്കിൽ സ്വന്തം രാജ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു മനോഭാവമാണ്. ഇത് ഈ യുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഈ തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ട് ലോകത്തുണ്ടായ 3 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻസ്ലാവ് എന്ന് പറയുന്നത് റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനം, പാൻ ജർമ്മൻ എന്ന് പറയുന്നത് ജർമ്മനി രൂപീകരിച്ച പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം അഥവാ റിവെഞ്ച് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫ്രാൻസ് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ തീവ്ര ദേശീയതയിലേക്ക് നയിക്കുകയും രാജ്യങ്ങൾ യുദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പിന്നൊന്ന് സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊറോക്കൻ പ്രതിസന്ധിയും മറ്റൊന്ന് ബാൽക്കൻ പ്രതിസന്ധിയുമാണ്. മൊറോക്കോ ഫ്രാൻസിന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ജർമ്മനിയുമായി നടത്തിയ യുദ്ധമായിരുന്നു. ആ യുദ്ധം ജർമ്മനിക്ക് ഫ്രാൻസിൻ്റെ ഭാഗമായ ഫ്രഞ്ച് കോങ്ക കൈമാറിയതോടുകൂടി തൽക്കാലമായി മൊറോക്കൻ പ്രതിസന്ധി അവസാനിക്കുകയായിരുന്നു. ബാൽക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഗ്രീസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ബാൽക്കൻ പ്രദേശങ്ങളെ തുർക്കികളിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബാൽക്കൻ ലീഗുകാർ നടത്തിയ യുദ്ധമാണ്. ആ ബാൽക്കൻ ലീഗും ഓട്ടോമൻ തുർക്കികളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ബാൽക്കൻ ലീഗ് ബാൽക്കൻ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചെടുത്തതാണ് ബാൽക്കൻ പ്രതിസന്ധി. പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്കായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ വധമായിരുന്നു. അതിനെ തുടർന്നാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം ലോകത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഈ യുദ്ധത്തെ നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി were involved in this war. Therefore it is called the First World War. ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക, നന്നായി മനസ്സിലാക്കുക, സംശയങ്ങൾ ഗ്രൂപ്പിൽ എഴുതിയിടുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. നന്ദി.